ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് ബ്രെഡും മുട്ടയും അല്പം പച്ചക്കറികളും ഉണ്ടെങ്കിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്നാക്കിന് വേണ്ടിയിട്ട് ഒരു 4 ബ്രെഡ് സ്ലൈസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ബ്രെഡ് ജസ്റ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയുള്ള വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നില്ല. നമുക്കിനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചക്കറികൾ ആവശ്യമായിട്ടുണ്ട്. അതിലേക്ക് ഒരു സവോള, ഒരു പച്ചമുളക്, ഒരു അര കഷ്ണം തക്കാളി, അതുപോലെ വളരെ ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം, ഇതത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് പച്ചക്കറി കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രെഡും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുഴച്ച് നോക്കിയപ്പോൾ എനിക്ക് പച്ചക്കറി കൂടുതലും ബ്രെഡ് കുറവായിട്ടും തോന്നി. അതുകൊണ്ട് ഞാൻ ഒരു ബ്രെഡും കൂടെ ഇതിലേക്ക് പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ബ്രെഡും അതുപോലെ തന്നെ പച്ചക്കറികളും നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 മുട്ടയാണ്. ഞാനിവിടെ മുട്ടയുടെ വെള്ള മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളയും മഞ്ഞയും കൂടെ ഒരുമിച്ച് ചേർക്കാം. ഞാനിവിടെ വീഡിയോയുടെ പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് വെള്ള മാത്രമായിട്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഇതുവരെയും ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു കളറിന് വേണ്ടി ഞാൻ ഒരു പിഞ്ച് മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് അധികം ഓയിലില്ല. അതുപോലെ നമുക്ക് ഹെൽത്തിനും നല്ലതായിട്ടുള്ളതാണ്. കാരണം അധികം മസാലകളോ മറ്റ് എരിവുകളോ ഒന്നും അധികം ഇല്ലാത്തത് കൊണ്ട് വയറിനും നല്ലതായിരിക്കും. ഞാനിതിനെ ഒരു പാനിലിട്ട് വറുത്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2 ഡ്രോപ്പ് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു അപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടിയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് ഇതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. നമ്മളിനി നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ, ഞാൻ നേരത്തെ വെള്ളം മാത്രമേ ബ്രെഡിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആ മുട്ടയുടെ മഞ്ഞ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു സൈഡിൽ നിന്ന് വേകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡും നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നിടം വരെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കാം. 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മഞ്ഞവശം ഇട്ടിരിക്കുന്ന വശത്തിലേക്ക് ഒരല്പം ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ചൂടിന് തന്നെ ഇത് ഉരുകിക്കോളും. ജസ്റ്റ് 1 മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് തവയിലിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതിനെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ രുചികരമായ ഈ ബ്രെഡ് സ്നാക്ക് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ വേണം കേട്ടോ.